കഴിഞ്ഞ മാസം ഇവിടെ നേരിട്ട് വന്ന ഒരു ഫാമിലി, അവരുടെ വിഷയം വർഷങ്ങളായി അവർക്ക് നല്ല റാഹത്തുള്ള ഒരു ജോലിയില്ല എന്നുള്ളതാണ്. ആ ജോലിയില്ലാത്ത പ്രയാസം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു ജോലി എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിലും അത് അപൂർവമായിട്ട് ലഭിക്കും. അത് തന്നെ സാലറി ഒന്നും കൃത്യമായിട്ട് കിട്ടാതെ അത് റിസൈൻ ചെയ്ത് പോരേണ്ട സാഹചര്യമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. നിലവിൽ അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അവരോട് നമ്മൾ കൃത്യമായിട്ട് 21 ദിവസം ഈ ആമല് ചെയ്യാൻ വേണ്ടി പറയുകയും 21 ദിവസം പൂർണ്ണമായും ചെയ്തു എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം അറിയിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഫോൺ വിളിച്ചാൽ ചിലപ്പോൾ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ അറിയിക്കണം എന്ന് അവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഏതോ മെസ്സേജിലൂടെയൊക്കെ അറിയിച്ചപ്പോൾ വന്നതാണ്, മുമ്പ് വന്നിരുന്നു, 21 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ആ മെസ്സേജ് നോക്കിയപ്പോൾ അവരതിൽ എഴുതിയത് അവർക്ക് ആ ജോലി ലഭിച്ചു എന്നുള്ളതും നല്ല റാഹത്തുള്ള ജോലിയാണ് എന്നുള്ളതും 2-3 ദിവസം കഴിഞ്ഞ് ആ ജോലിയിൽ അവർക്ക് ശമ്പളത്തിന്റെ വർധനവുണ്ടായി എന്നുള്ളതും അവരറിയിച്ചപ്പോൾ വലിയ സന്തോഷമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നത്, വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ അവർ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നതായിരുന്നു. ഇവിടെ വന്ന സമയത്ത് അവർക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് മാത്രമാണ് സമയം ഉണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോരുത്തർ അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചില വിഷയങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം ആ സമയത്ത് തന്നെ അവർ അത് പറയുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുത്ത് ആമല് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് 21 ദിവസം കൊണ്ട് അവർക്ക് ലഭിച്ചത്, അത് ഒരു പർട്ടിക്കുലർ കേസിലാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അതിൻ്റെതായ രൂപത്തിലുള്ള അമലുകളായിരിക്കും പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കും അവരവരുടെ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന 21 ദിവസത്തെ അതിശ്രേഷ്ഠതയുള്ള നല്ല ഫലമുള്ള എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു അമല് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒരുപാട് കാലമായിട്ടുള്ളതൊക്കെ. അത്തരം വിഷയങ്ങൾക്കൊക്കെ ഇത് ചെയ്താൽ പരിഹാരമാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. ഏതു പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമുക്ക് വെള്ളം തരുന്ന, ഭക്ഷണം നൽകുന്ന പടച്ച റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ ഒരു അല്പസമയം കണ്ടെത്തുക, അതാണ് നമ്മൾ ഈ അമല് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല റിസൾട്ട് ലഭിക്കും. ആ റിസൾട്ട് ലഭിച്ച് വളരെയധികം സന്തോഷവാന്മാരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. അവർക്ക് അമലുകൾ ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നതാണ്. കാരണം ഒരു പക്ഷേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരു പക്ഷേ ഒരു ശിഥിലമായ ഒരു ഓർഡർ ഇല്ലാത്ത ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു അമൽ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, നിസ്കാരം നിലനിർത്താൻ വേണ്ടി പറയുമ്പോൾ, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ അമലുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു 21 ദിവസത്തെ അമൽ ഇവിടെ പറയുന്നുണ്ട്. ആ 21 ദിവസം ചെയ്യാനുള്ള ഈ അമല് നമ്മൾ ചെയ്യുമ്പോൾ വളരെ അധികം കോൺഫിഡന്റോടുകൂടെ, ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്, ആ പോയ സമയത്ത് എനിക്ക് ലഭിച്ച ഒരു അമലാണിത്, ഇൻഷാ അല്ലാഹ് ഇതുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ തീരും എന്ന് അമല് ചെയ്യുന്നതിൻ്റെ മുമ്പും അമല് ചെയ്ത തൊട്ട് മുമ്പൊക്കെ ആ ഒരു വിശ്വാസവും ആ ഒരു പ്രതീക്ഷയും ആ ഒരു ശുഭാപ്തിയും ഒക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ നല്ല റിസൾട്ട് അതിന് ലഭിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പ്രത്യേകം പറയാൻ കാരണം, ദീർഘദൂരങ്ങളിൽ യാത്ര ചെയ്ത് സഞ്ചരിച്ച് ധാരാളം കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്ന ആളുകളുണ്ട്. തലേ ദിവസമൊക്കെ യാത്ര പുറപ്പെട്ട് ഇവിടെ അടുത്തുള്ള ടൗണുകളിലൊക്കെ റൂം എടുത്ത് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഫ്രഷ് ആയിട്ട് കൃത്യസമയത്ത് എത്താൻ വേണ്ടിയിട്ടൊക്കെ പ്രയാസപ്പെട്ടു വരുന്ന ദീർഘദൂര യാത്രകൾ ചെയ്തു വരുന്നവരൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്, മംഗലാപുരത്ത് നിന്ന്, വിദേശങ്ങളിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അന്നത്തെ ദിവസത്തേക്ക് മാത്രം എടുത്തു വരുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ദീർഘദൂരമൊക്കെ യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് നല്ല എക്സ്പെൻസ് മുടക്കിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്ത് നിന്നൊക്കെ ടാക്സി വിളിച്ച് വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നല്ല എക്സ്പെൻസീവാണ് വരാൻ. ഇവിടെ അധികം നമ്മൾ ആരടുത്തൊന്നും വരുമ്പോൾ ഇത്ര ഫീ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളടുത്തൊന്നും വാങ്ങിക്കാറില്ല. അതിവിടെ വരുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇതിൽ വന്ന ആളുകളൊക്കെ ഉണ്ടാവും, അവരോട് ചോദിച്ചാൽ അറിയാം. ഒരു ഫീ പോലും നമ്മളിവിടെ വാങ്ങിക്കാറില്ല.
അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന് ചെലവുണ്ടാവില്ല, ഇവിടെ വരാനുള്ള ചെലവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, ഇത്രയും ദീർഘദൂരം സഞ്ചരിച്ച് നിങ്ങൾ ഇവിടെ വന്ന് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അത് കൃത്യമായി ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. അത് പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം, ഒന്നും നിസ്സാരമായി കാണാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും, എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളിൽ എന്തെങ്കിലും സിഹറുമായി ബന്ധപ്പെട്ട വല്ലതും ഉണ്ടായേക്കാം, അയിനുമായി ബന്ധപ്പെട്ട വല്ല പ്രയാസങ്ങളും ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അദാവത്തുമായി ബന്ധപ്പെട്ടത്, ഹസദുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ ഏതെങ്കിലും ആത്മീയമായി പരിഹരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതിൻ്റെ ഇടയിലുണ്ടായേക്കാം. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചില അമലുകൾ നമ്മൾ പറയും. അത് ഗൗരവമനുസരിച്ച് ചില വിഷയങ്ങളിൽ ചിലപ്പോൾ കൂടുതൽ അമലുകളൊക്കെ പറയും. അത് കൃത്യമായി ചെയ്ത് ആ വിശ്വാസത്തോടു കൂടെ ചെയ്തവർക്കൊക്കെ റിസൾട്ട് കിട്ടിയ അമലുകളാണ് നമ്മൾ പറയുന്നത്. ഒന്നും നമ്മൾ സ്വന്തം അഭിപ്രായ പ്രകാരം ഒന്നും പറയുന്നില്ല. നമ്മൾ ഇവിടുന്ന് പറയുന്ന എല്ലാ അമലുകളും ഒന്നുകിൽ അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളായിരിക്കും. പ്രത്യേകം മനസ്സിലാക്കണം, ഖുർആൻ ശിഫയാണ്, ഖുർആൻ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. അല്ല എന്നുണ്ടെങ്കിൽ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിഷയകമായി സ്വഹാബാക്കൾ, അവിടുത്തെ അനുചരന്മാർ, നക്ഷത്രതുല്യരായ സ്വഹാബാക്കള് മുത്തുനബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പരാതികളും വിഷയങ്ങളും ആവലാതികളും പറയുമ്പോൾ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് മറുപടി കൊടുത്ത ചില അദ്കാറുകളും ചില ദിക്റുകളൊക്കെ ഉണ്ട്. കടങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് ചൊല്ലിക്കോ നിന്റെ കടം വീടുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. നിന്നെ ടെൻഷൻ മാറുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്കാറുകളും ദുആകളൊക്കെയാണ് നമ്മൾ തരുന്നത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പവിത്രമായ അസ്മാഉൽ ഹുസ്ന, ആ അസ്മാഉൽ ഹുസ്നയിലെ വളരെ ശ്രേഷ്ഠമായ ഇസ്മുകൾ, ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഓരോരുത്തർക്കും അമലുകളായിട്ട് പറയുന്നത്. അപ്പൊ ആ അമലുകൾ നിങ്ങൾ ഇത്രയും ദീർഘദൂരം സഞ്ചരിച്ച് വളരെയധികം ചെലവ്, യാത്രാ ചെലവൊക്കെ നടത്തി വരുമ്പോൾ ആ തടസ്സങ്ങൾ നീക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളത് കൃത്യമായി ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ നീങ്ങാൻ സമയമെടുക്കും. അപ്പൊ ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും, ചിലപ്പോൾ 2-3 തവണ വരേണ്ടി വരും, ചിലപ്പോൾ 2-3 തവണ വന്നാലും അത് തീരൂല. അപ്പൊ നമ്മൾ ഓരോ വരവിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ വിഷയങ്ങൾ എത്രത്തോളം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ചില വിഷയങ്ങൾ ഇങ്ങനെയൊന്നും തീർത്താൽ തീരൂല. അപ്പൊ നമുക്കതിന് സമയമില്ലാത്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് സമയമില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ളതുപോലെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരുകയും ചെയ്യും. അപ്പോൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്, ചില തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങിക്കിട്ടും. അതുകൊണ്ടാണ് ചില ആളുകളോട് 21 ദിവസത്തെ അമലുകൾ പറയാൻ വേണ്ടി പറയുമ്പോൾ ആ 21 ദിവസത്തെ അമലുകൾ അവർ ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ കാര്യം സാധിക്കുന്നത് എത്രയോ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില ആളുകളുടേത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2-3-4 മാസം കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ ആ അമലുകൾ ചെയ്താൽ നാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അമല് ചെയ്തിട്ടുണ്ട്, അത് വളരെ ബറക്കത്തോടു കൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് അതിന്റെ വിഷയങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും എന്നുള്ള പ്രതീക്ഷ, ആ അമല് കഴിഞ്ഞ് കുറച്ച് സമയം അതിങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ നമുക്ക് വേണം. അപ്പൊ ആ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് നമ്മൾ നിൽക്കേണ്ടത്. പ്രതീക്ഷ ഒരു കാരണവശാലും നമ്മൾ കൈവിടാൻ പാടില്ല. ഒരു മുഅ്മിനിന്റെ ഹൃദയം അങ്ങനെയാണ് വേണ്ടത്, എപ്പോഴും പ്രതീക്ഷയോടുകൂടെയാണ് ഇരിക്കേണ്ടത്. അപ്പോ ഒരു നെഗറ്റീവ് തോട്ടോടുകൂടെ വരുന്ന ആളുകളുണ്ട്. പല ആളുകളോട് വരുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ സമയം കിട്ടാറില്ല. ഇവിടെ വരുമ്പോൾ തന്നെ വന്ന ഉടനെ തന്നെ നേരിട്ട് തന്നെ നമ്മളോട് വരുമ്പോ തന്നെ അങ്ങ് പറയുന്നത്, ഉസ്താദ് സിഹറുകൊണ്ട് ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോ നിങ്ങൾ അത്തരം വിഷയങ്ങള് എല്ലാ കാര്യങ്ങളും സിഹറാണ്, എല്ലാം സിഹർ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നൊന്നും കരുതിയിട്ട് മനസ്സാകെ തകർന്നു പോകുന്ന രൂപത്തിലേക്ക് ചിന്തിക്കരുത്. അങ്ങനെ എല്ലാം സിഹർ കൊണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമുക്കതിന്റെ സമയമായിട്ടുണ്ടായിട്ടില്ല. എല്ലാത്തിനൊരു സമയമുണ്ട്. നമുക്ക് ഓരോ വിഷയങ്ങളും എപ്പോഴാണ് ലഭിക്കേണ്ടതെന്ന് കൃത്യമായി അറിയുന്നവനാണ് ജഗന്നിയന്തവായ റബ്ബുൽ ഇസ്സത്ത്. അത് ആ സമയത്തേക്ക് അള്ളാഹു നൽകും. അത് ആ ഹൈറായ സമയം ആ സമയമായിരിക്കും, അതിനുവേണ്ടി അള്ളാഹു പിന്തിപ്പിച്ചതായിരിക്കും എന്നാണ് ചില വിഷയങ്ങൾ
വിഷയങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എല്ലാം സിഹറ് കൊണ്ടാണെന്ന് മനസ്സിലാക്കി, എല്ലാം സിഹറാണെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിദ്ധരിച്ച് മാനസികമായി തകരാനുള്ള ഇടവരുത്തരുത്. അപ്പൊ നിങ്ങളിവിടെ വന്ന് ചില ആളുകളൊക്കെ അങ്ങനെ വന്ന് പറയാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ സിഹറാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ കടന്നു വരാൻ പാടില്ല. അത് ഈ അമല് ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ഈ അമല് ചെയ്തല്ലോ, എന്താ അതുകൊണ്ട് കാര്യം ഉണ്ടായി? ഒന്നും കാര്യം ഉണ്ടായില്ലല്ലോ. അമല് ചെയ്താൽ എന്താ? ഞാൻ എപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. വലിയ വലിയ മഹാന്മാരൊക്കെ ദുആ ചെയ്ത് അവർക്ക് ആ ദുആന്റെ റിസൾട്ട്, പ്രവാചകന്മാർക്ക് വരെ ആ ദുആന്റെ റിസൾട്ട് കിട്ടിയത് 40 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയവരുണ്ട്, 100 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയവരുണ്ട്. ഒരു വിഷയത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്തിട്ട് അവർക്ക് അതിന്റെ ആഗ്രഹം, ആ വിഷയം അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എന്നിട്ടാണോ ഈ ആഖിറു സമാനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റുകളെല്ലാം പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടണം എന്ന് വാശി പിടിക്കുന്നത്? അപ്പൊ എന്തിനൊരു സമയമുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാം, കൃത്യമായി അള്ളാഹു തൃപ്തിപ്പെടുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ അനുസരിച്ച് ജീവിക്കുക. ബാക്കിയൊക്കെ അള്ളാഹു ആക്കി തരും. എപ്പോഴും ഒരു തവക്കുലിന്റെ ചിന്ത നമുക്കുണ്ടായിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു വന്നത്, ഈ നെഗറ്റീവ് ചിന്താഗതിയോടുകൂടെ ഉള്ള ആളുകളൊന്നും ഇത്തരം അമലുകൾ ചെയ്ത അതൊന്നും ഒരു ഫലത്തിലേക്ക് എത്തൂല. എപ്പോഴും പോസിറ്റീവോടുകൂടെ, ഒരു തവണ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അഗൈൻ വീണ്ടും ഒന്നും കൂടെ ചെയ്തു നോക്കുക. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പോ ഇത്തരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഫോൾട്ട് നമുക്ക് ചില വിഷയങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലത് നമ്മൾ തുറന്നു പറയും, ചിലത് നമ്മൾ തുറന്നു പറയില്ല. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വരുമ്പോ പലരും ചോദിക്കലുണ്ട്, പക്ഷെ അത് എന്താണ്, ഇതിന്റെ കാരണം എന്താണ്? എനിക്ക് ആരോ സിഹർ ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട് ഒരാള് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വാചാലമാകുന്നവരുണ്ട്. ചില ആളുകൾ, ചില നാട്ടിലെ ചില ഏരിയകളുണ്ട്, ആ ഏരിയകളിൽ നിന്ന് വരുന്നവരൊക്കെ അങ്ങനെ സംസാരിക്കുന്ന കാണാറുണ്ട്. ഞാൻ ഏരിയ ഒന്നും പറയുന്നില്ല. അവര് ചില ആരടുത്തേക്കോ പോയിട്ട് അവിടെ നിന്നൊക്കെ കിട്ടിയ വിവരം അനുസരിച്ച് പറയുന്ന, ഉസ്താദ് എനിക്ക് ഷെയർ ചെയ്തത് ഇന്നാലിന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ ഇവർക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലായി എന്നുള്ളത്. അതൊക്കെ നമ്മൾ വെറുതെ ഒരാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. പല ആളുകളും പല രൂപത്തിലും ഈ ചൂഷണം ചെയ്യും. അപ്പൊ ആ ചൂഷണത്തിലൊന്നും അകപ്പെടരുതെന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പൊ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളൊരു മുൻധാരണയോടുകൂടി ഒന്നിലേക്ക് ഇറങ്ങരുത്. നമ്മൾ റബ്ബിനോട് നന്നായിട്ട് പറയാം. അപ്പോ നമ്മുടെ എന്നിട്ട് അവർ ചോദിക്കുന്ന ഉസ്താദേ, ആ ആൾക്ക് ഇത് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ, അല്ലെങ്കിൽ ആ ആളെ എന്തെങ്കിലും ഒന്ന് അടക്കാൻ എന്തെങ്കിലും പറ്റുമോ? അപ്പൊ നമ്മളല്ലല്ലോ ഇപ്പൊ അത് പറഞ്ഞു കൊടുത്തത് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോ ചില വിഷയങ്ങളിലൊക്കെ നിങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും നമ്മൾ ഇവിടുന്ന് അത്തരം കാര്യങ്ങളൊന്നും ഓപ്പണായിട്ടൊന്നും പറയാറില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. നിങ്ങൾ വന്നത് എന്തിനാ? ആളെ തിരിയാൻ വേണ്ടിയിട്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അങ്ങനെ ഒരാൾ ചെയ്ത സിഹർ തന്നെ ആയിക്കോളണമെന്നില്ല. ഇത്തരം വിഷയങ്ങള് സിഹറുണ്ട് എന്ന് വന്നാൽ തന്നെ, സിഹറുണ്ടെന്ന് വന്നത് നിങ്ങൾക്ക് സംഭവിച്ചത് സിഹറാണെങ്കിൽ തന്നെ അത് ഇന്ന ആള് ചെയ്തതാണ് എന്ന് ഒരാൾ ചെയ്തത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പല രൂപങ്ങളിൽ വരും. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇത്തരം ആളുകളെ പറഞ്ഞു തന്നിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടാക്കലല്ല. നിങ്ങൾക്ക് എന്താണോ പ്രയാസങ്ങൾ, എന്താണ് ആവശ്യങ്ങൾ, എന്താണ് അതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളായി കിടക്കുന്നത്, അത് നീക്കം ചെയ്ത് ആ തടസ്സങ്ങളും മറകളും നീക്കം ചെയ്ത് ആ ഒരു ജോലി ലഭിക്കാനാണെങ്കിൽ ആ ജോലി ലഭിക്കുക, വിവാഹം നടക്കാനാണെങ്കിൽ വിവാഹം നടക്കുക, വിദേശത്തേക്ക് പോകാനാണെങ്കിൽ ആ യാത്ര സംഭവിക്കുക, കുടുംബജീവിതത്തിൽ ശിഥിലമായ കുടുംബമാണെങ്കിൽ അതിലൊരു റാഹത്തുണ്ടായിരിക്കുക. ഇത്തരം പ്രോബ്ലംസ്, അതിന് സൊല്യൂഷൻ കണ്ടെത്തലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കിടയിൽ ഒരു മുൻധാരണയോടുകൂടെ വന്നിട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുന്നതൊന്നും ശരിയില്ല എന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായി അറിയിക്കണം. അപ്പോൾ നമ്മൾ എന്ത് വിഷയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും, ഏത് പ്രയാസങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെതായ രൂപത്തിൽ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിയും. ഇപ്പോൾ നമ്മുടെ അടുക്കൽ വന്നൊരു കേസിൽ 32 വയസ്സായിട്ടോ വിവാഹം നടക്കാത്ത ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ വിഷയം നമുക്ക് മനസ്സിലായി. അപ്പോൾ മനസ്സിലായപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ആ ഒരു റിലേഷൻ നിങ്ങൾ ഒഴിവാക്കണം,
അത് ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് ആ തടസ്സം നീങ്ങി കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരാ വിഷയം ഒഴിവാക്കാൻ വേണ്ടി തയ്യാറായി. പിന്നീട് അവർക്കത് ഒഴിവാക്കാൻ പറ്റുന്നില്ല. രണ്ടാമതും അവർ വന്നു. ഞാൻ ചോദിച്ചവരോട് നിങ്ങളത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് സത്യമായിട്ട് തുറന്നു പറയുന്ന ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർ കൃത്യമായിട്ടത് പറഞ്ഞു തന്നു, ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മൂന്നാമത് അവർ വന്നപ്പോൾ ആ വിഷയം പൂർണ്ണമായും അവർ ഒഴിവാക്കി എന്ന് അറിയിക്കുകയും പിന്നീട് അവർക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അവർ ആ വിവാഹം വളരെ സന്തോഷത്തോടു കൂടെ നടക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് നല്ല റാഹത്ത് നൽകട്ടെ. അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ അമല് ചെയ്തു നോക്കാം. മകളുടെ വിവാഹം നടക്കാത്ത വിഷയമാവട്ടെ, ജോലിയിൽ സാലറി ലഭിക്കാത്ത വിഷയമാവട്ടെ, അല്ലെങ്കിൽ വീട് പണി കുറേ നാളായിട്ട് ഒരു തടസ്സവും അതിൽ കാണുന്നില്ല. വീട് പണി നടന്നുകൊണ്ട് പൂർത്തിയായി കിട്ടുന്നില്ല, തറയിട്ടിട്ട് അവിടെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പകുതി പണിയായിട്ട് അവിടെ നിൽക്കുകയാണ്, കുറേ വർഷമായി ഒരു നിൽക്കും അതിൽ റാഹത്തും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു പ്രയാസമാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെ എന്ത് വിഷയങ്ങളാണോ നിങ്ങളുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അതൊക്കെ പരിഹരിക്കാൻ നല്ല സ്വാലിഹീങ്ങളായ ആളുകളുടെ അടുക്കൽ ചെന്ന് അവരുടെ എല്ലാ ബറക്കത്തും നേടിയെടുക്കാൻ വേണ്ടി നേടിയെടുത്ത് ആ ഒരു സന്തോഷത്തോടു കൂടെ നല്ലൊരു സ്വലാഹിന്റെയും ഖൈറിന്റെയും മഹ്ലുകാരിൽ നിന്ന് നല്ല എന്തെങ്കിലും ഒരു ആത്മീയമായ പരിഹാരം കണ്ടെത്തിയിട്ട് വിശ്വാസത്തോടു കൂടെ ചെയ്താൽ അത് പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഏതു കാര്യത്തിലും നല്ല ബറക്കത്തോടു കൂടെ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ നമ്മളൊരു വീട് എടുക്കാൻ വേണ്ടി തീരുമാനിക്കണം. അപ്പൊ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമികമായി ഹറാമുള്ള ഒന്നും അതിലേക്ക് കടത്തിക്കൂട്ടരുത്. അപ്പൊ പിന്നെ ബറക്കത്ത് നഷ്ടപ്പെടും. ഒരു കാരണവശാലും ഒന്നും കടത്തിക്കൂട്ടാതെ എല്ലാം ബറക്കത്തോടു കൂടെ തുടങ്ങി. അപ്പൊ വീടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം നമ്മൾ എടുക്കാൻ വേണ്ടി തീരുമാനിക്കണം. എന്നാൽ നിങ്ങൾക്ക് ബന്ധമുള്ള, പരിചയമുള്ള, ഞാൻ എന്നോട് വേണമെന്നല്ല കേട്ടോ പറയുന്നത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ല. നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് ബന്ധമുള്ള, നിങ്ങൾ പോകാറുള്ള, പരിചയമുള്ള ഏതെങ്കിലും ഒരു തങ്ങന്മാരുടെയോ സയ്യിദുമാരുടെയോ ആലിമീങ്ങളുടെയോ സമീപത്ത് ചെന്ന് അവരുടെ അടുക്കൽ നിന്ന് പ്രത്യേകം ഒരു സന്തോഷത്തിന് വേണ്ടി ദുആ ചെയ്യാനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച്, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നിങ്ങനെ ഇന്ന ഭാഗത്തൊരു സ്ഥലം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഇന്നതിന് അഡ്വാൻസ് കൊടുക്കണം. അപ്പൊ അതിന്റെ തുടക്കം മുതൽ പിന്നെ അതിന്റെ കുറ്റി അടിക്കുന്ന സമയത്ത്, അതിന് തറയിടുന്ന സമയത്ത്, കട്ടിൽ വെക്കുന്ന സമയത്ത്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സമയങ്ങളിലും നല്ല ആലിമീങ്ങളോടും സയ്യിദുമാരോടും സാദാത്യങ്ങളോടൊക്കെ ഒരു സഹവാസം ഉണ്ടാക്കി അതൊക്കെ ഒരു ബറക്കത്തോടു കൂടെ ദുആ ചെയ്യാനൊക്കെ വസൂയത്ത് ചെയ്ത് നല്ല ആലിമീങ്ങളെയും സയ്യിദുമാരൊക്കെ കൊണ്ടുവന്ന് കുറ്റിയടിച്ച് അതിന്റെ ഹൗസ് വാമിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ രൂപത്തിൽ നല്ല ബറക്കത്തോടുകൂടെ ഇസ്ലാമിക് ടച്ചോടുകൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും പരാജയപ്പെടില്ല. എല്ലാം നല്ല റാഹത്തായിട്ട് സംഭവിക്കുകയും ചെയ്യും. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഏതെങ്കിലും ഒരുത്തന്റെ അന്യരുടെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഏതെങ്കിലും രൂപത്തിൽ സമയവും നോക്കൂല, ഒന്നും ശ്രദ്ധിക്കൂല, തോന്നിയതുപോലെ അത് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലതൊക്കെ അങ്ങനെ ബറക്കത്ത് നഷ്ടപ്പെടും. അങ്ങനെ ബറക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പൂർത്തിയായി കിട്ടില്ല. അപ്പൊ ആ കാര്യം വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാത്തിലും ബറക്കത്ത് വേണം. കുറേ സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല. ഇപ്പോൾ എത്രയോ സമ്പന്നർ ആത്മഹത്യ ചെയ്ത് നമുക്കറിയാം. ഞാനിടയ്ക്ക് പറയാറുണ്ട്, വയനാട് ജില്ലയിലെ ഒരു വലിയ സമ്പന്നനുണ്ടായിരുന്നു. അയാളുടെ വീടും അയാളുടെ പരിസരവും അയാളുടെ സ്ഥലമൊക്കെ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അയാൾ പെട്ടെന്ന് ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞു. വലിയ സമ്പന്നനാന്ന് പറഞ്ഞാൽ അയാൾ കൊട്ടാര സമാനമായ വീടാണ് അദ്ദേഹത്തിനുള്ളത്. അത് വീടാന്ന് പറയാൻ പറ്റും, വലിയ വീട്. അപ്പൊ സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്ത, എന്നാൽ നിങ്ങൾക്കറിയോ 12,000, 13,000, 15,000 രൂപ മാത്രം ശമ്പളം വാങ്ങിച്ചിട്ട് സ്വർഗം പോലെ ജീവിക്കുന്ന എത്രയോ ചെറ്റക്കുടിലുകളുണ്ട്. അപ്പൊ സമാധാനമുള്ള ജീവിതമാണ് വേണ്ടത്, സമാധാനമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു ആത്മഹത്യയുടെ വഴിയിലേക്ക് എത്തൂല. അപ്പൊ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അപ്പൊ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല. അത്തരം ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനുവേണ്ടി ബറക്കത്ത് വേണം. ബറക്കത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ബറക്കത്ത് ഉണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
ഇപ്പൊ വീടിന് കുറ്റിയടിക്കുമ്പോൾ നമ്മുടെ മഹാന്മാരൊക്കെ പ്രഭാത സമയങ്ങളിൽ ചെയ്തു കൊടുക്കും. എന്താ കാരണം? പ്രഭാത സമയങ്ങളിൽ ചെയ്യാൻ കാരണം അപ്പൊ അവർ ചൊല്ലാനുള്ള ബിസ്മി ചൊല്ലി തുടങ്ങും. ചില ആളുകളൊക്കെ കാലിങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇത്തരം ഇസ്ലാമിക വിഷയങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കും. ചില ഏരിയകളിലൊക്കെ നമുക്കറിയാം, അവർ കുറ്റിയടിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ അവരെ കുറ്റം പ്രതിയല്ല, അവരുടെ ആചാരപ്രകാരമായിരിക്കും കുറ്റിയടി തുടങ്ങുക. ആചാരപ്രകാരം എന്ന് പറഞ്ഞാൽ അവരുടെ മൂർത്തികളുമായും ദൈവങ്ങളുമായൊക്കെ ദേവഗണങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നതായിരിക്കും വീട്. അപ്പൊ അത്തരം വീടുകളില് നമ്മുടെ വിശ്വാസപ്രകാരം അതിൽ ബറക്കത്തുണ്ടാകൂല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ ഒരു ആലിമിനെയോ സയ്യിദിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലുന്നവരായിരിക്കും, ഹദ്ദാദ് ചൊല്ലുന്നവരായിരിക്കും, 5 വഖ്ത് നിസ്കരിക്കുന്നവരായിരിക്കും. അപ്പൊ അവര് ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് കുറ്റിയടിക്കുമ്പോൾ അതിന് ബറക്കത്തുണ്ടാകും അല്ലേ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ബിസ്മി ചൊല്ലുന്ന ഏതു കാര്യം ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്ന ബറക്കത്തുണ്ടാകും. ഹബീബായ തങ്ങൾ ദുആ ചെയ്തതാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, പ്രഭാത സമയങ്ങളിൽ എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണമെന്ന്. എന്നാൽ ചില ആളുകൾക്ക് ചില വിശ്വാസാചാരങ്ങൾ പ്രകാരം, ചില മതങ്ങളിലെ വിശ്വാസപ്രകാരം അവർക്ക് സമയം വേറെ സമയമായിരിക്കും, അത് രാവിലെ മാറിയിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്. നഹ്സില്ലാത്ത ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നല്ല മുഹൂർത്തങ്ങൾ, നല്ല സമയങ്ങൾ നോക്കി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുന്ന ആളുകൾ വിളിച്ച് ചെയ്യുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ നല്ല ബറക്കത്തുണ്ടാവും. അതോടുകൂടെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും 5 വഖ്ത് നിസ്കാരം നിലനിർത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക. അപ്പോൾ നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ ബറക്കത്തും സന്തോഷമൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതു പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും, ഇപ്പൊ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുക്കൽ നേരിട്ട് വരുമ്പോൾ നമ്മൾ ഈ അമലല്ല കൊടുക്കൽ. അത് ഓരോരുത്തരും വരുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അമലുകളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് കോമൺ ആയിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ വിഷയങ്ങൾ ഏതാണെന്ന് നമുക്കറിയില്ല. ഇത് കേൾക്കുന്ന ഇപ്പോൾ സൽമാൻ കേൾക്കുന്നു, സഹിൽ കേൾക്കുന്നു, നബ്ഹാൻ കേൾക്കുന്നു, റോഷൻ കേൾക്കുന്നു, ഷിഫാസ് കേൾക്കുന്നു. ഇങ്ങനെ ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞതാണ്. ഇവരൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ വിഷയങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. ഓരോരുത്തരുടെയും വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഓരോരുത്തരുടേതും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് നമ്മൾ പറയുന്നത്. നേരിട്ട് വരുമ്പോൾ അവരവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അത് നിങ്ങൾ പറയുമ്പോൾ തന്നെ അത് കൃത്യമായി മനസ്സിലാക്കി നമ്മളത് അതിനനുസരിച്ചുള്ള അമലുകൾ, തടസ്സങ്ങൾ നീക്കാനുള്ളത് പറഞ്ഞുതരും. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 21 ദിവസം എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ആയത്ത്, 2 ആയത്തുകളാണുള്ളത്. ഈ 2 ആയത്തുകൾ 7 തവണ, 2 ആയത്തുകൾ 7 തവണ അല്ലെങ്കിൽ 3 തവണ, ഏതാണോ നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ദിവസം 3 തവണ, ഒരു ദിവസം 7 തവണ, അങ്ങനെയല്ല. 3 തവണയാണോ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ 3 തവണ, അത് 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ 7 തവണ, 7 തവണ തുടർച്ചയായിട്ട് ചെയ്യുക. പിന്നെ ഇത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കുക 21 ദിവസം, എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെയ്തു നോക്കുക. നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് വിശുദ്ധ ഖുർആനിന്റെ വളരെ പവിത്രമേറിയ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്, വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ. ഇതുകൊണ്ട് ചെയ്യുന്ന അമലാണ്, നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്ത് തരട്ടെ. ഈ ആയത്ത് വഇയ്യംസസ്കല്ലാഹു ബിളുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇയ്യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ വഇയ്യംസസ്കല്ലാഹു ബിളുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير. أنا جليا مدي. وإن يمسسك الله بضر فلا كاشف له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير.
ഇനി ഇങ്ങനെ ചൊല്ലും ചെയ്യാം. വയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വയ്യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി വഹുവൽ ഹകീമുൽ ഖബീർ. ഇങ്ങനെ ചൊല്ലും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കും.